ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കുടുംബ കൂട്ടായ്മയിലെ മുഖ്യ അഡ്മിൻ, എൻ്റെ ആത്മസഹോദരൻ കൂടിയായ ശ്രീ അനിൽജി, ഗ്രൂപ്പിലെ മറ്റ് അഡ്മിൻ അംഗങ്ങളെ, ആചാര്യ ശ്രേഷ്ഠരെ, അമ്മമാരെ, ആത്മസഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്രീ ഗുരുവും ശ്രീ ശാരദയും കർക്കിടകം 1 മുതൽ കന്നി 5 വരെ മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകം മഹായജ്ഞമായി ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ ഈ കുടുംബ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തൊരുക്കി വച്ചിരിക്കുന്ന യാഗശാലയുടെ മുന്നിൽ ഈ ഉള്ളവനും ആ യജ്ഞത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് മഹാഗുരുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആ യജ്ഞശാലയ്ക്ക് മുന്നിൽ എൻ്റെ ദണ്ഡ നമസ്കാരം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമുക്കറിയാം, കർക്കിടകം. ഈ കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, വറുതിയുടെ കാലം. 2, ചികിത്സയുടെ കാലം. ഒന്ന് വറുതിയുടെ കാലം, ഒന്ന് ചികിത്സയുടെ കാലം. ശരീരത്തിന് നമ്മുടെ പൂർവികർ നിഷ്കർഷിച്ചിരിക്കുന്ന രീതിയിലും സമ്പ്രദായത്തിലുമൊക്കെയുള്ള ഒരു ചികിത്സാ പദ്ധതി ആയുർവേദത്തിലൂടെ ഒട്ടുമിക്ക ആളുകളും ഈ ദിവസങ്ങളിൽ ആ ചികിത്സയിൽ സംബന്ധിച്ച് നമ്മുടെ ശരീരത്തിന് ബലം കൂട്ടാൻ നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നു എന്നത് കർക്കിടകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ഈ ശരീരസുഖത്തോടൊപ്പം ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കുറവുകളെ ബലപ്പെടുത്താൻ നമ്മൾ ഈ ചികിത്സാ സമ്പ്രദായം ശരീരത്തിന് നൽകുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ എത്രത്തോളം ബലം കൊടുക്കാൻ നമ്മളൊരു ചികിത്സ തേടുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ മനസ്സിന് കൊടുക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഒരു മഹാ ഔഷധമാണ് മഹാഗുരു നമുക്ക് നൽകിയ ആത്മോപദേശ ശതകമെന്നറിയാൻ ഈ ദിവസങ്ങളിൽ ആ ആത്മോപദേശ ശതകത്തെ ഒരു മഹായജ്ഞമായി ആചരിക്കുക വഴി നമുക്കും ഇതൊരു മഹാ ഔഷധം തന്നെയാണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് ശ്രീ ഗുരുവും ശ്രീ ശാരദയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ ഒരു ഐശ്വര്യം ലഭിക്കുമ്പോൾ, അത് നമ്മുടെ മാനസികമായും ശാരീരികമായും നമ്മളെ ഉണർത്തുവാനും മഹാഗുരു നമുക്ക് നൽകിയ ആ ആത്മബോധം, ആത്മദർശനം, അതിൽ നിലനിന്ന് അതിൽ ലയിക്കുവാൻ മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണമായ ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് ഈ ദിവസങ്ങളിലൂടെ നടത്തുന്ന യജ്ഞം കൂടുതൽ നമുക്ക് ഫലപ്രദമാകുമെന്ന് നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിലെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ, ആ മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിൽ എന്ത് സമർപ്പിച്ചാണ് നന്ദി രേഖപ്പെടുത്തേണ്ടതെന്ന് കൂടി നമ്മൾ പുനർചിന്തിച്ചു കൊണ്ടേയിരിക്കണം, ഊണിലും ഉറക്കത്തിലും. അത്രയ്ക്ക് ദിവ്യമായ ഒരു മഹാ ഔഷധമാണ് മനസ്സിൻ്റെ. ആധുനിക ലോകത്ത് ഒട്ടനവധി ചികിത്സാ സമ്പ്രദായം മനോരോഗങ്ങൾക്ക് ഉണ്ടെങ്കിലും ആത്മോപദേശ ശതകത്തെ ആഴത്തിൽ മനനം ചെയ്യുന്ന ഒരുവന് കൃത്യമായി അത് ബോധ്യപ്പെടും. ഇതുപോലൊരു മഹാ ഔഷധം മനസ്സിൻ്റെ ആ ഒരു വ്യാധിക്ക്, ഇതുപോലൊരു മഹാ ഔഷധം ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും ഇന്ന് വരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ ഒരു ഔഷധം നമുക്ക് പാനം ചെയ്യാൻ ഈ അവസരം നമുക്ക് വളരെയധികം സഹായിക്കുന്നു. ഇതിലൊരു ഭാഗവാക്കാവാൻ എനിക്കും കഴിഞ്ഞിരിക്കുന്നു.
എനിക്ക് ഈ മഹായജ്ഞത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്, സമർപ്പണത്തിനായി ലഭിച്ചിരിക്കുന്നത് 31ാമത്തെ മഹാമന്ത്രമാണ്. അതിൽ ഗുരു ഇങ്ങനെ പറയുന്നു: അനുഭവമാദിയിലൊന്നിരിക്കില്ലല്ലാതെ അനുമതിയില്ല ഇത് മുന്നമക്ഷിയാലേ, അനുഭവിയായതു കൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിലറിഞ്ഞിടേണം. അനുഭവം ആദിയിലൊന്നിരിക്കില്ലല്ലാതെ അനുമതിയില്ല ഇത് മുന്നമക്ഷിയാലേ, അനുഭവിയായതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിലറിഞ്ഞിടേണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, കർക്കിടക മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഗുരു പറയുകയാണ്, ആത്മോപദേശത്തിൻ്റെ 1ാം മന്ത്രത്തിൽ തന്നെ ഗുരു പറയുകയാണ്, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലും ഒത്ത് പുറത്ത് മുജ്വലിക്കുന്ന ആ കരുവിനെക്കുറിച്ച് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. ആ കരുവിനെയാണ് ഗുരു ഇവിടെ ധർമ്മി എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ണുകൊണ്ടും കാണുന്നതും കാതുകൊണ്ട് കേൾക്കുന്നതും അതുപോലെ ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നതും നാവ് കൊണ്ട് രുചിക്കുന്നതും മൂക്കുകൊണ്ട് മണക്കുന്നതുമായ എല്ലാ അനുഭവങ്ങളെയും, ആ അനുഭവങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഒരു ധർമ്മിയെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, ആ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത. ആ ധർമ്മിയെ നമ്മൾ അറിയുന്നുണ്ടോ, അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നതൊക്കെ ധർമ്മങ്ങളാണ്. ഈ കാണുന്ന സർവ്വധർമ്മങ്ങളെയുമാണ് നമ്മൾ അറിയുന്നത്. ഈ ധർമ്മങ്ങളെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെ കിട്ടുന്നതെല്ലാം ധർമ്മങ്ങളാണ്. ആ ധർമ്മങ്ങളിൽ ഈ ധർമ്മങ്ങളെല്ലാം ഏതൊരു ധർമ്മിയിലാണോ ഇരിക്കുന്നത്, ഏത് കരുവിലാണോ ഇരിക്കുന്നത്, ആ സത്യത്തെ അനുഭവിയാതെ നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ആ ഗുരു പറയുകയാണ്, നേരത്തെ ഉള്ള ഒരു അനുഭവം അത് നമുക്ക് ഇല്ലാത്തടത്തോളം കാലം, മുൻ അനുഭവം നമുക്കില്ലാത്തടത്തോളം കാലം അതിനെ അനുഭവിച്ച് അല്ലെങ്കിൽ അനുമാനിച്ച് അറിയുവാൻ കഴിയില്ല. അതിനെ ചിന്തിച്ച് നമുക്ക് പിന്നെ അനുമാനിക്കാൻ നമുക്ക് കഴിയില്ല. ആ അനുഭവം നേരത്തെ ഇല്ലാത്തതാണ്. പക്ഷേ വിശ്വാസത്തിലാണ് നമ്മൾ, വിശ്വാസമുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ധർമ്മിയുണ്ടെന്നും. അതെങ്ങനെ വിശ്വാസമുണ്ടായി? മുൻപേ പോയ ഗുരുക്കന്മാരിലൂടെയും മാതാപിതാക്കളിലൂടെയും പറഞ്ഞറിഞ്ഞ് കേട്ടറിഞ്ഞ അറിവാണ് അത്, അല്ലാതെ അനുഭവമല്ല. നമുക്ക് നേരിട്ടുള്ളൊരു അനുഭവമല്ല. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഗുരുക്കന്മാരെ, ആചാര്യന്മാരെയും മാതാപിതാക്കളെയും നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ട് അവരുടെ വാക്കുകളും നമുക്ക് വിശ്വാസം തന്നെയാണ്. പക്ഷേ അത് അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആത്മാവിനെ നമ്മൾ കേട്ടറിഞ്ഞു, പക്ഷേ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. മറ്റുള്ള ഗുരുക്കന്മാരിലൂടെയും മാതാപിതാക്കളിലൂടെയും മറ്റ് സഹോദരങ്ങളിലൂടെയൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു, അനുഭവത്തിൽ വന്നിട്ടില്ല. ഈ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് സ്വയം അതിലേക്ക് എത്തി നിൽക്കാൻ, അതിൽ ദൃഢമായി നിൽക്കാൻ കഴിയുള്ളൂ. കേട്ടറിവിലൂടെയും കണ്ടറിവിലൂടെയും മാത്രം നമുക്കതിനെ പൂർണ്ണമായും നമുക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് ഗുരു ഇവിടെ പറയുന്നത്. ഗുരു പറയുകയാണ്, അതുമല്ല ഇതുമല്ല സതത്വമല്ല സച്ചിതവും അമൃതമെന്ന് തെളിഞ്ഞിട്ട് അതിന് ധീരനാകണം. ആ വാക്കിന് വളരെ പ്രസക്തിയുണ്ട്. നമുക്ക് ആത്മോപദേശ ശതകം നമുക്ക് എല്ലാവർക്കും അനുഭവിക്കണമെങ്കിൽ ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണി അതിൻ്റെ പൊരുളുകൾ ഒടുക്കണം. എന്നാൽ മാത്രമേ നിന്നിൽ സ്പന്ദമാകാൻ കഴിയുകയുള്ളൂ. അതിനെന്താ വേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന മനസ്സിനെ, ബുദ്ധിയെ, ചിത്തത്തെ, അഹങ്കാരത്തെ, എന്തിനേറെ പറയുന്നു ഈ സ്ഥൂല ശരീരത്തെ ഉൾപ്പെടെ നിയന്ത്രിച്ച് നിർത്താൻ, സമഷ്ടിയെ ഞാനെന്ന ഒരു ബോധത്തിലേക്ക്, അതായത് വിഷ്ടിഭാവത്തിൽ നിന്നും സമഷ്ടിയാണ് ഞാനെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ബോധത്തെ, മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ എപ്പോഴാണോ നമുക്ക് സാധിക്കുന്നത് ആ സമയത്താണ് നമ്മൾ ധീരനായി മാറുന്നത്. നടുനിലയിൽ, അതുമല്ല ഇതുമല്ല, നടുനിലയിൽ എത്തുമ്പോഴാണ് നമുക്ക് ഈ ധർമ്മിയെ അന്വേഷിച്ച് അനുഭവിക്കാനുള്ള ഒരു യോഗ്യതയിലേക്ക് നമ്മൾ എത്തുന്നു എന്നതാണ് ആ ധീരനാവുക എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്.
ധീരനാവുക. രണ്ടില്ല, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു ഈ സർവത്തിനെയും. അന്ന് മോഹശോകങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഇല്ലാണ്ടായിപ്പോയി. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണി പൊരുളെല്ലാം ഒടുങ്ങിയതിന് ശേഷം ആ ഏകത്വഭാവത്തിലേക്ക്, ഏകത്വഭാവം എന്ന് പറയുമ്പോൾ ശരീരബോധമല്ല, വിഷ്ണുഭാവമല്ല, ഈ സമഷ്ടിഭാവം എല്ലാം ആകവേ ഞാനാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിമിഷം ആ ആത്മാവിനെ, ആ സത്യത്തെ നമുക്ക് തിരിച്ചറിയാനും അതിൽ പൂർണ്ണമായി നിലനിൽക്കാനും പൂർണ്ണ സമർപ്പണത്തോടുകൂടി അതിൽ ലയിക്കാനും സാധിക്കുമെന്നുള്ള ഏറ്റവും അത്യുഗ്രമായ ഒരു പ്രകാശത്തിലൂടെ ആ വഴിയെ നമ്മൾ ആത്മോപദേശത്തിലൂടെ ഗുരു നമുക്ക് മുമ്പിൽ അത് തെളിയിച്ച് തന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ, ആചരിക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് ഉപകരിക്കട്ടെ. ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും ഊണിലും ഉറക്കത്തിലും എന്ന പോലെ എപ്പോഴും ഈ ആത്മാവിനോടുള്ള ഉപദേശത്തെ സ്വയം മനസ്സിൽ, ബുദ്ധിയിൽ എല്ലാം നമ്മൾ അതിൽ ശേഖരിച്ച് വെച്ച് കൈവിടാതെ, അങ്ങനെ ഏതെങ്കിലും ദുശ്ചിന്തകളിലൂടെ എൻ്റെ മനസ്സിനുണ്ടാകുന്ന ചാഞ്ചാട്ടത്തെ എല്ലാം നിയന്ത്രിക്കാൻ നീ ആ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം കരിച്ചു കളഞ്ഞ് അതിൻ്റെ പാത്രത്തെ അടിതട്ടിക്കളഞ്ഞ് നീ അവിടെ നിറഞ്ഞിരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ യജ്ഞം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യജ്ഞശാലയുടെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കാനുള്ള ഈ മഹാമന്ത്രത്തെ ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ അനിൽജിക്ക് ഈ ഒരു അവസരം എനിക്ക് നൽകി തന്ന എൻ്റെ പ്രിയ സഹോദരന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുരുധർമ്മം വിജയിക്കട്ടെ.